ഫിലുക്കുട്ടാ, ഇന്ന് അച്ഛൻ്റെ ബാല്യത്തിൽ നിന്നും ഡാഡ് പറയാൻ പോകുന്ന കഥയാണ് അച്ഛൻ സ്കൂളിൽ പോകുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ ഒരു സുഖക്കേടുകാരനായിരുന്നു. അച്ഛന് വന്നിട്ടില്ലാത്ത അസുഖങ്ങളില്ല. 5-ാം പനിയും മുണ്ടിനീരും വില്ലൻ ചുമയും ഒക്കെ വന്നു. ഒരു സുഖക്കേട് പുറത്തെഴുന്നേറ്റാലുടൻ മറ്റൊന്ന് അച്ഛനെ പിടികൂടും. സ്കൂളിൽ ചേരേണ്ട സമയത്തും അച്ഛൻ എന്തോ അസുഖമായിരുന്നു. അത് മുഴുവൻ മാറിയത് സ്കൂൾ തുറന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അച്ഛൻ ആദ്യമായി സ്കൂളിലെത്തിയപ്പോൾ മറ്റു കുട്ടികൾ അച്ഛനേക്കാൾ വളരെ മുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു. അവർക്കെല്ലാം പരസ്പരം അറിയാം. ടീച്ചറിന് അവരെ ഓരോരുത്തരെയും അറിയാം. എന്നാൽ അച്ഛനെ ആർക്കും പരിചയമില്ലായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ തുറിച്ചു നോക്കി. അച്ഛന് വല്ലാത്ത പരിഭ്രമം തോന്നി. ചില കുട്ടികൾ അച്ഛനെ നാക്കു നീട്ടി കാണിച്ചപ്പോൾ അച്ഛന് കൂടുതൽ വിഷമമായി. ഒരു കുട്ടി മനഃപൂർവ്വം അച്ഛൻ്റെ കാലിൽ തട്ടി. അച്ഛൻ വീണു. എങ്കിലും അച്ഛൻ കരഞ്ഞില്ല. ചാടി എഴുന്നേറ്റ് അച്ഛൻ മറ്റേ കുട്ടിയെ തള്ളി. അവൻ വീണു. അവൻ എഴുന്നേറ്റ് അച്ഛനെ വീണ്ടും തള്ളി. അച്ഛൻ പിന്നെയും വീണു. അപ്പോഴും അച്ഛൻ കരഞ്ഞില്ല. അച്ഛൻ ആ കുട്ടിയെ വീണ്ടും തള്ളിയിട്ടു. അവർ ആ ദിവസം മുഴുവൻ അങ്ങനെ പരസ്പരം തള്ളിയിട്ടുകൊണ്ടിരിക്കുമെന്ന് തോന്നി. പക്ഷേ അപ്പോൾ മണിയടിച്ചു. കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ കയറി അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. താൻ ഇരിക്കേണ്ടത് എവിടെയാണെന്ന് അച്ഛന് നിശ്ചയമില്ലായിരുന്നു. ഒരു പെൺകുട്ടിയുടെ അടുത്ത് അധ്യാപിക അച്ഛനെ ഇരുത്തി. എല്ലാവരും ഉറക്കെ ചിരിച്ചു. അച്ഛൻ്റെ അടുത്തിരുന്ന പെൺകുട്ടി പോലും. അച്ഛന് കരച്ചിൽ വന്നു. പെട്ടെന്ന് അതെല്ലാം നല്ല തമാശയാണെന്ന് അച്ഛന് തോന്നി. അച്ഛനും ചിരിച്ചു. ഇത്രയും ആയപ്പോൾ അധ്യാപികയ്ക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, മിടുക്കൻ, നീ കരയുമോ എന്നായിരുന്നു എൻ്റെ പേടി. എനിക്കും അതുതന്നെയായിരുന്നു പേടി, അച്ഛൻ പറഞ്ഞു. എല്ലാവരും വീണ്ടും പൊട്ടിച്ചിരിച്ചു. കുട്ടികളെ, ഒരു കാര്യം ഓർത്തോളൂ, അധ്യാപിക പറഞ്ഞു. കരയാൻ തോന്നുമ്പോൾ ചിരിക്കാൻ ശ്രമിക്കണം. ജീവിതകാലം മുഴുവൻ ഈ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും. ഇനി നമുക്ക് പാഠം തുടങ്ങാം. ക്ലാസ്സിലുള്ള മറ്റെല്ലാവരെക്കാളും നന്നായി വായിക്കാൻ തനിക്ക് കഴിയുമെന്ന് ആദ്യ ദിവസം തന്നെ അച്ഛന് മനസ്സിലായി. ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ട കൈയക്ഷരം തൻ്റേതാണെന്നും അച്ഛന് മനസ്സിലായി. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അച്ഛനാണെന്ന് ബോധ്യമായപ്പോൾ അധ്യാപിക അച്ഛൻ്റെ നേരെ വിരൽ കുലുക്കി. അവർ നല്ലൊരു അധ്യാപികയായിരുന്നു. കണിശക്കാരിയാണെങ്കിലും കരുണയുള്ളവരായിരുന്നു. അവരുടെ ക്ലാസുകൾ കുട്ടികൾക്ക് രസകരമായിരുന്നു. അവരുടെ അന്നത്തെ ഉപദേശം അച്ഛൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അത് അച്ഛൻ്റെ വിദ്യാലയ ജീവിതത്തിലെ ആദ്യ ദിവസമായിരുന്നല്ലോ. അതിനുശേഷം എത്രയോ കാലം അച്ഛൻ സ്കൂളിൽ പോയിരിക്കുന്നു. സന്തോഷപ്രദവും സങ്കടകരവും നല്ലതും ചീത്തയുമായ അനവധി സംഭവങ്ങൾ അച്ഛൻ്റെ വിദ്യാലയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു കഥയാണ്.